ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ ഇടാൻ എളുപ്പത്തിന് ഒരു ഷിമ്മ അടിക്കാൻ പഠിക്കാം. ഇതിപ്പോൾ കോട്ടൺ സാരിയുടെ ചെറിയൊരു കഷ്ണമാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഷിമ്മ അടിക്കുന്നത്. ഒരു 2 വയസ്സ് 2.5 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ അളവ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നിങ്ങളുടെ കുട്ടികളുടെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു അളവും കാര്യവും ഞാൻ ഒരു ഷിമ്മയുടെ ചിത്രം വരച്ചിട്ട് അതിന് ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ അളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അളവിൻ്റെ കാര്യങ്ങൾ അത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാൻ ഷിമ്മയുടെ അടിഭാഗത്തേക്കുള്ളത് എടുക്കുന്നത് ഒരു 12 ഇഞ്ച് ഇറക്കാണ് വേണ്ടത്. അപ്പോൾ 12 ഇഞ്ചിന് മേലെയും അതുപോലെ തന്നെ താഴെയും നമ്മൾ അടിക്കുമ്പോൾ അടി മടക്കി അടിക്കുകയും അതുപോലെ തന്നെ മേലെ തുമ്പ് അടിക്കുമ്പോഴും ഒരു അര ഇഞ്ച് വെച്ചിട്ട് നമ്മൾ പോവും. അപ്പോൾ അതുകൊണ്ടൊരു 13 ഇഞ്ച് ഇറക്കത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ തുണി വെട്ടിയിട്ടെടുക്കുന്നത്. അപ്പോൾ എല്ലാ സൈഡിലും 13 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് തുണി വെട്ടിയെടുക്കുന്നുണ്ട്. അതിനു മുന്നേ തുണി നമ്മൾ നേരെ മടക്കിയിട്ട് 4ആയി മടക്കിയിട്ടാട്ടോ ഇടുന്നത്. ആ 4ആയി മടക്കിയതിൽ നമ്മളൊരു 13 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണത്. 13 ഇഞ്ച് എന്ന് പറയുമ്പോൾ 12 ഇഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 13 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടിയുടെ അരയുടെ അവിടെ നിന്ന് താഴോട്ടുള്ള അളവെടുക്കുക. മുട്ടുവരെയോ അല്ലെങ്കിൽ മുട്ടിന് താഴെയുള്ള അളവാണെന്നുണ്ടെങ്കിൽ അത് എത്രയാണോ കിട്ടുന്നത് അതിനേക്ക് 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. കാരണം അടിയിൽ മടക്കി അടിക്കുമ്പോഴും മേലെ തയ്യൽ തുമ്പ് വരുമ്പോഴും അത് ഒരു അര ഇഞ്ച് വെച്ചിട്ട് പോവും, 1 ഇഞ്ച് പോവും അതെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ തന്നെ മേലെ ഭാഗത്ത് നിന്ന് ഈ ഒരു തുണി എടുത്തിട്ടാണ് ഞാൻ അതിൻ്റെ മേൽഭാഗം അടിക്കാൻ പോണത്. ഇപ്പം ഞാൻ എടുക്കുന്ന അളവിന് ഇത് കറക്റ്റ് ആയത് കാരണമാണ് ഇതെടുത്തത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പീസ് തുണി എടുക്കാം കേട്ടോ. ഇപ്പം ഇതിൽ എനിക്ക് ആകെ മേലത്തെ പോർഷനിൽ 7 ഇഞ്ച് ഇറക്കാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു 7 ഇഞ്ച് ഇത് 9 ഇഞ്ചിൽ കൂടുതലുള്ളത് കാരണം 7 ഇഞ്ചാണെന്ന് കിട്ടും. അപ്പോൾ ഇത് തന്നെയാണ് എടുക്കണത്. അതിനെയും 4ആക്കി മടക്കിയിട്ടുണ്ട്. 4ആക്കി മടക്കിയതിന് ശേഷം 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. 7 ഇഞ്ച് മാർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം 7 ഇഞ്ചാണ് നമ്മൾ അളവ് വേണ്ടത്. അപ്പോൾ നമ്മൾ 8 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഷോൾഡറിൻ്റെ അവിടെയും അതുപോലെ തന്നെ അടിയിൽ താഴത്തെ പോർഷൻ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു അര ഇഞ്ച് പോകും. അപ്പോൾ അരയും കൂടെ 1 ഇഞ്ച് കൂടുതലായിട്ട് എടുക്കുക. അപ്പോൾ 7 ഇഞ്ചാണ് നമുക്ക് ഇറക്കാൻ വേണ്ടതെന്നുണ്ടെങ്കിൽ 8 ഇഞ്ച് എടുക്കുക. 8 ഇഞ്ചാണ് ഇറക്കാൻ വേണ്ടതെന്നുണ്ടെങ്കിൽ 9 ഇഞ്ച് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴുത്തും കൈക്കുഴിയും വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കഴുത്ത് നമുക്ക് വേറെ ഏതെങ്കിലും ഉടുപ്പോ അല്ലെങ്കിൽ ഷിമ്മി ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വെച്ചിട്ട് കഴുത്ത് ഇതുപോലെ വരച്ചു കൊടുക്കാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ റൗണ്ട് കൊടുക്കാം. പിന്നെ ആ അടയാളപ്പെടുത്തിയതിൽ നിന്ന് ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു കൈക്കുഴിയും അടയാളപ്പെടുത്താം. അടിയിലേക്ക് ഒരു 3 ഇഞ്ചും അതുപോലെ തന്നെ സൈഡിലോട്ട് 2 ഇഞ്ചും വെച്ചിട്ടാണ്, സൈഡിലോട്ട് ഒരു 2-2.5 ഇഞ്ച് വരും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കൈക്കുഴി എടുക്കുന്നത്. അതും നമ്മൾ മടക്കി അടിക്കുന്നുണ്ട്. കൈക്കുഴിയാണെങ്കിലും കഴുത്താണെങ്കിലും മടക്കി അടിക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പോടെ വിട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അളവെടുത്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ട്, വെട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ കൈയും അതുപോലെ തന്നെ കൈക്കുഴിയും അതുപോലെ തന്നെ കഴുത്തും വെട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ബാക്കും ഫ്രണ്ടും ഒരേ അളവിൽ തന്നെയാണ് വെട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ രണ്ടും ഒരേപോലെ എടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ഷോൾഡർ രണ്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ എന്ത് ചെയ്യാം, 2 ഷോൾഡറും ഇതുപോലെ, അത് തുണിയുടെ ചീത്ത വശം വെച്ചിട്ടാണ് അടിക്കേണ്ടത്, നല്ല വശമല്ല ചീത്ത വശം. ഇതേപോലെ അടിച്ചെടുക്കാം. ഇപ്പോൾ അര ഇഞ്ച് വെച്ചിട്ട് 2 സൈഡിലും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയും അതുപോലെ തന്നെ കഴുത്തിൻ്റെ അവിടെയാണ് അടിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സാധാ ഒരു സിമ്പിളായിട്ടുള്ള ഷിമ്മി ആയത് കാരണം നമ്മൾ ഇതുപോലെ കൈയും അതുപോലെ തന്നെ കഴുത്തും മടക്കി അടിക്കുക ചെയ്യുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് വേറെ ഒരു പീസ് വെച്ചിട്ട് മടക്കി അടിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ കാണിക്കുന്നത് കാരണം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതുപോലെ മടക്കി അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഇവിടെ കൈക്കുഴിയും അതുപോലെ തന്നെ കഴുത്തും അടിച്ചിട്ടുണ്ട്. വെറുതെ 2 മടക്കാക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇപ്പോൾ താഴത്തെ പോർഷൻ ഈ മേലത്തെ പോർഷനിൽ അറ്റാച്ച് ചെയ്യാം. അതാണ് അടുത്തത് വരുന്നത്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് അളവെല്ലാം വെട്ടിയിട്ട് വെച്ചതാണ്. ഇപ്പോൾ ഇതാ മേലത്തതിൻ്റെതൊക്കെ കഴിഞ്ഞു. ഇനി ഈ താഴെ വെട്ടി വെച്ചിട്ടുള്ള ആ ഒരു ഇത് ചെറിയ ഞെറി വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ അധികം തുണി ഇല്ലാത്തത് കാരണം അധികം ഞെറി വരില്ല.
ഇനി നിങ്ങൾക്ക് നിറയെ തുണി വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ വീതിയിലെടുക്കാം, വീതിയല്ല നീളത്തിലെടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ 2 പോർഷനിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് നമ്മൾ അളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂടുതലേ ഉണ്ടായിരിക്കുള്ളൂ, കാരണം കറക്റ്റ് അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി അടിയും കൂടെ മടക്കി അടിക്കാനേ ഉള്ളൂ. അടി മടക്കി അടിക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് സൈഡ് കൂട്ടി കൊടുക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെയും അളവ് നമ്മൾ കുട്ടികളുടെ ഉടുപ്പിൻ്റെയോ അല്ലെങ്കിൽ അവർക്ക് പാകമായിട്ടുള്ള ഡ്രസ്സിൻ്റെ, അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അളവ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് എടുക്കാം. അപ്പോൾ എനിക്ക് 18 ഇഞ്ചാണ് ഇറക്കാൻ വേണ്ടത്, അതിനിവിടെ 19 ഇഞ്ചാണുള്ളത്. അതെന്ത് ചെയ്യാം, നമുക്ക് 1 ഇഞ്ച് മടക്കി അടിച്ചിട്ട് പോകും. ഇനി ഇവിടെ 1 ആണ് അടയാളപ്പെടുത്തണേ. രണ്ട് സൈഡിലും ഓരോ ഇഞ്ച് വിട്ടിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മളത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ 11 ആണ്. 11ഉം അതുപോലെ തന്നെ 10ഉം ആണ് എനിക്ക് മേലത്തെ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ പോർഷനിൽ എനിക്ക് 11 ഇഞ്ചും 11 + 11 22 മൊത്തത്തിൽ വണ്ണം വരുന്നത്. അതിൽ 11ഉം അതുപോലെ തന്നെ അടിയിൽ 10ഉം ആണ്. 22ഉം 20ഉം ആണ് വണ്ണം വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു സൈഡിലായത് കാരണം 11 ഇഞ്ചും അതുപോലെ തന്നെ 10 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുത്തു. അതുപോലെ തന്നെ അത് രണ്ടും കൂട്ടി അടിച്ചതിന് ശേഷം നമുക്ക് അടിയൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇപ്പോൾ അടിയത്തെ പോർഷൻ വെട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു 1/2 ഇഞ്ച് അടിയിൽ അടിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പോൾ മേലത്തെ പോർഷനും അതുപോലെ തന്നെ നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അരയത്തെയും മേലെയും അതുപോലെ തന്നെ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറക്കത്തിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരാന്നുള്ളത് നമുക്ക് 1 ഇഞ്ചായിട്ട് അല്ലെങ്കിൽ 3/4 ഇഞ്ചൊക്കെ ആയിട്ട് കൂടുതൽ കൊടുക്കാം. ഇപ്പോൾ 18 ഇഞ്ച് ഇറക്കാണ് എനിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അടിക്കൽ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നോക്കിയപ്പോൾ ഒരു 3/4 ഇഞ്ച് കൂടുതലുണ്ടായിരുന്നു. അത് നമ്മൾ അടിക്കുന്ന 1/2 ഇഞ്ച് തന്നെ കറക്റ്റ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇറക്കം കൂടിയിട്ട് വരും. ഇപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലത്തെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഷിമ്മി അടിക്കാൻ വേണ്ടി പറ്റും. മെഷർമെൻറ്റ് പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തവർ ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടു വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.